അമൃത് വേണി പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE in association with Joya Lucas. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 6 വെള്ളിയാഴ്ച. ബക്രീദ് പ്രമാണിച്ച് സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നും നാളെയും അവധി. 1 മുതൽ 12 വരെയുള്ള സ്കൂളുകൾക്ക് ഇന്നും നാളെയും അവധിയായിരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നും നാളെയും അവധിയായിരിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും അറിയിച്ചു. എന്നാൽ സർക്കാർ ഓഫീസുകൾക്ക് അവധി നാളെ മാത്രമായിരിക്കും. ഇന്നത്തെ ബലിപെരുന്നാൾ അവധി മാറ്റിയതിനെതിരെ കടുത്ത വിമർശനം ഉയർന്നിരുന്നു. ഇന്നത്തെ അവധി പുനഃസ്ഥാപിക്കണമെന്ന് കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും നിരവധി നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് ഇന്നത്തെ അവധി മാറ്റി നാളെ മാത്രം അവധിയാക്കിയത്. രാജ്ഭവനിലെ ഭാരതമാതാവ് ചിത്രവിവാദത്തെ തുടർന്ന് പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ട് രാജ്ഭവൻ. ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പൂക്കൾ അർപ്പിച്ചാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പരിപാടി ആരംഭിച്ചത്. ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിൽ നിന്ന് മാറ്റില്ലെന്നും ഭാരതാംബ രാജ്യത്തിന്റെ അടയാളമെന്നും ഗവർണർ പറഞ്ഞു. മന്ത്രിമാർ പരിപാടിയിൽ പങ്കെടുക്കാത്തതിലും ഗവർണർ പ്രതിഷേധമറിയിച്ചു. മന്ത്രിമാർക്ക് വരാൻ കഴിയാത്ത എന്താണുള്ളതെന്നായിരുന്നു ഗവർണറുടെ ചോദ്യം. RSS ചിത്രത്തിന് മുന്നിൽ പൂവിട്ട് പൂജിക്കാനോ കുമ്പിട്ട് നിൽക്കാനോ തന്നെ കിട്ടില്ലെന്നും അതാണ് തന്റെ രാഷ്ട്രീയമെന്നും കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ്. ഗവർണർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും രാജ്ഭവനെ രാഷ്ട്രീയവൽക്കരിച്ചുവെന്നും അദ്ദേഹം വിമർശിച്ചു. സാധാരണയായി RSS മാത്രം ഉപയോഗിക്കുന്ന ഒരു ചിത്രം സർക്കാർ പരിപാടിയുടെ ഭാഗമാക്കണമെന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭാരതാംബയുടെ ചിത്രത്തെ എതിർക്കുന്നത് പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പ്രത്യേക വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് ഇവരുടെ നീക്കം. പഹൽഗാമിൽ മതം ചോദിച്ചു കൊന്ന ഭീകരർക്കെതിരെയും ഹമാസിനെതിരെയും പറഞ്ഞാൽ BJPയെ വർഗീയവാദികളെന്ന് വിളിക്കുന്നവരാണ് പ്രീണനത്തിന് വേണ്ടി നമ്മുടെ ദേശീയതയെ അപമാനിക്കുന്നതെന്നും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എല്ലാവരും ദേശഭക്തരാണെന്നും അവരെ വിഡ്ഢികളാക്കാനാണ് LDFും UDFും ശ്രമിക്കുന്നതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ അഭിപ്രായപ്പെട്ടു. നിലമ്പൂരിൽ പോരാട്ട ചിത്രം തെളിഞ്ഞു. 10 സ്ഥാനാർത്ഥികളാണ് നിലമ്പൂരിൽ മത്സരിക്കുന്നത്. നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PV അൻവർ കത്രിക ചിഹ്നത്തിലാണ് മത്സരിക്കുക. 14 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കാൻ ഒരുങ്ങിയത്. അവരിൽ 4 പേർ അവസാന നിമിഷം പത്രിക പിൻവലിച്ചു. അതിൽ PV അൻവറിന്റെ അപരനായി നാമനിർദ്ദേശം സമർപ്പിച്ചിരുന്ന ചുങ്കത്തറ സ്വദേശി അൻവർ സാദത്ത് ഉൾപ്പെടെയുള്ള 4 പേരാണ് പത്രിക പിൻവലിച്ചിരിക്കുന്നത്. നിലമ്പൂരിൽ BJP നില മെച്ചപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിൽ ക്രൈസ്തവ വോട്ടുകൾ കിട്ടിയ പോലെ നിലമ്പൂരിലും ലഭിക്കും. നിലമ്പൂരിൽ BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയെന്ന പ്രചാരണം തെറ്റാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. BJP പ്രചാരണത്തിൽ പിറകിലെന്ന ആക്ഷേപം എതിരാളികൾ കെട്ടിച്ചമക്കുന്നതാണെന്നും അതിന് അവർക്ക് പ്രത്യേക ലക്ഷ്യമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. NDA നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇത്തവണത്തെ തൃശൂർ പൂരം മികച്ച രീതിയിൽ നടത്തിയതിനാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയത്. മന്ത്രി കെ രാജനെയും അഭിനന്ദിച്ച സുരേഷ് ഗോപി നല്ല വ്യക്തികൾ നമുക്കിടയിലുണ്ടെന്നും അവരെ കണ്ടെത്തണമെന്നും പറഞ്ഞു. ദേശീയപാത തകർന്ന കൂരിയാട് സന്ദർശിച്ച KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വിമർശിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങളുടെ അടയാളമാണ് ദേശീയപാതയുടെ തകർച്ചയെന്നാണ് സണ്ണി ജോസഫ് അഭിപ്രായപ്പെട്ടത്. ദേശീയപാത തകർച്ചയെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ന്യായീകരിക്കുന്നുവെന്നും KPCC അധ്യക്ഷൻ വിമർശിച്ചു.
റാപ്പർ വേടനെതിരായ സംഘപരിവാർ നീക്കങ്ങൾ നവോത്ഥാന കേരളത്തിൽ വിലപ്പോവില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. 4 വർഷം മുൻപ് പാടിയ ഒരു പാട്ടിന്റെ പേരിലാണ് ഇപ്പോൾ വേട്ടയാടൽ നടക്കുന്നതെന്നും ഉയർന്നുവരുന്ന കലാകാരനായ വേടനെ പോലെയുള്ളവർക്ക് അന്താരാഷ്ട്ര വേദികളിൽ അവസരങ്ങൾ ലഭിച്ചാൽ അത്തരം അവസരങ്ങൾ നിഷേധിക്കപ്പെടരുതെന്നും മന്ത്രി വി ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്തെ ഓരോ പൌരനും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ LDF സർക്കാർ മുന്നേറുകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്തെ എല്ലാവർക്കും പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിലവസരം എന്നിവ ഉറപ്പാക്കിയ ജനപക്ഷ സർക്കാരാണ് LDF സർക്കാരെന്നും ഇത്തരം വികസന കാഴ്ചപ്പാടിന്റെ പ്രധാന ഭാഗമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കോൺഗ്രസും CPMും കൊട്ടിഘോഷിക്കുന്നത് പോലൊരു കേരള മോഡൽ വികസനം യഥാർത്ഥത്തിൽ സംസ്ഥാനത്ത് സംഭവിച്ചിട്ടില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പകരം ഇവിടെയുള്ളത് കോൺഗ്രസിന്റെയും CPMന്റെയും അഴിമതികളെയും സാമ്പത്തിക താൽപര്യങ്ങളെയും സംരക്ഷിക്കുന്ന മോഡൽ മാത്രമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു. സംസ്ഥാനത്ത് ഈ മാസം 10 മുതൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തി. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മദ്യപിച്ച് വാഹനമോടിക്കുന്ന KSRTC ഡ്രൈവർമാർക്കെതിരെ കർശന നടപടിയെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. മദ്യപിച്ച് ബ്രത്ത് അനലൈസറിൽ പരിശോധിക്കുമ്പോൾ അരിഷ്ടമോ ഹോമിയോ ഗുളികയോ കഴിച്ചതാണെന്ന് കാരണം പറയരുതെന്നും സർക്കാർ PHSCയിൽ നിന്ന് ഫ്രീ ആയി പാരസെറ്റാമോൾ കിട്ടുമെന്നും ഡ്യൂട്ടിക്ക് വരുമ്പോൾ ബുദ്ധിമുട്ടുള്ളവർ അത് കഴിച്ചാൽ മതിയെന്നും മന്ത്രി പറഞ്ഞു. കൺഗ്രാചുലേഷൻസ്. മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFEയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ IPL കിരീട നേട്ടം ആഘോഷിക്കുന്നതിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും 11 പേർ മരിച്ച സംഭവത്തിൽ ബംഗളൂരു പോലീസ് കമ്മീഷണർക്കും മറ്റുന്നത ഉദ്യോഗസ്ഥർക്കും സസ്പെൻഷൻ. അഡീഷണൽ കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ, അസിസ്റ്റന്റ് കമ്മീഷണർ എന്നിവരെയും സസ്പെൻഡ് ചെയ്യും. RCB, കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ അധികൃതർ, ഇവന്റ് മാനേജ്മെന്റ് കമ്പനി DNAയുടെ അധികൃതർ എന്നിവരെ അറസ്റ്റ് ചെയ്യാനും ഉത്തരവിറക്കിയിട്ടുണ്ട്. ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബംഗളൂരുവിൽ തിക്കിലും തിരക്കിലും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു 10 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് സഹായ ഫണ്ട് രൂപീകരിക്കുമെന്നും ഫ്രാഞ്ചൈസി അറിയിച്ചു. ജനക്കൂട്ടത്തെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. ടേക്ക് ഓഫിന് പിന്നാലെ കൊള്ളിയാൻ വീശി ആകാശച്ചുഴിയിൽ വീണ് വിമാനം. 9 യാത്രക്കാർക്ക് ഗുരുതര പരിക്ക്. ജർമ്മനിയിലെ മ്യൂണിക്കിന് സമീപമാണ് സംഭവം. ബുധനാഴ്ച രാത്രിയാണ് മിലാനിലേക്ക് പുറപ്പെട്ട റയാൻ എയറിന്റെ വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ടത്. ദില്ലിയിലെ സാകേത് കോടതിയിലെ ലോക്കപ്പിൽ വിചാരണ തടവുകാരൻ കൊല്ലപ്പെട്ടു. 24-കാരനായ അമൻ എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത്. അമനൊപ്പം ലോക്കപ്പിലുണ്ടായിരുന്ന 2 തടവുകാരാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. കോടതി വളപ്പിൽ തന്നെയുള്ള ലോക്കപ്പിൽ വ്യാഴാഴ്ചയാണ് ഞെട്ടിക്കുന്ന കൊലപാതകം നടന്നത്. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വിഷപ്പാമ്പുകളെ വളർത്തിയാൽ അത് അയൽക്കാരെ മാത്രമേ കൊത്തുവെന്ന് ഒരിക്കലും കരുതരുതെന്ന ഹിലാരി ക്ലിന്റന്റെ പ്രശസ്തമായ പ്രസ്താവന പാകിസ്ഥാനെ ഓർമ്മിപ്പിച്ച് ശശി തരൂർ. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് നിരപരാധികളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ US-ലെത്തിയ പാക് സംഘത്തിനോടാണ് ശശി തരൂരിന്റെ പരാമർശം. ശശി തരൂർ MPയുടെ നേതൃത്വത്തിലുള്ള സംഘം ബുധനാഴ്ച US-ലെത്തിയ സമയത്തു തന്നെ ഇന്ത്യയുടെ നടപടി അനുകരിച്ച് പാകിസ്ഥാന്റെ ഭാഗം വിശദീകരിക്കാനായി മുൻ പാക് വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയുടെ നേതൃത്വത്തിലുള്ള പാക് പ്രതിനിധി സംഘവും US-ൽ എത്തിച്ചേർന്നിരുന്നു. ഇന്ത്യ ടെക് ഭീമന്മാരെ ലോകത്തിന് സംഭാവന ചെയ്യുമ്പോൾ പാകിസ്ഥാൻ തീവ്രവാദികളെയാണ് സംഭാവന ചെയ്യുന്നതെന്ന് തേജസ്വി സൂര്യ MP. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരണ സംഘത്തിൽ ഉൾപ്പെട്ട തേജസ്വി സൂര്യ പാക് മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയ്ക്ക് മറുപടി നൽകിയത് അമേരിക്കയിൽ വെച്ചാണ്. പാകിസ്ഥാന്റെ സൈനിക ആശ്രയത്വവും ഇന്ത്യയുടെ നേട്ടങ്ങളും തേജസ്വി സൂര്യ ഊന്നിപ്പറഞ്ഞു. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas.
Lucas, world's favorite jeweler. ചൈനയിൽ നിന്ന് മെക്സിക്കോയിലേക്ക് കാറുകളുമായി എത്തിയ കാർഗോ കപ്പലിൽ തീ പടർന്നു. തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കാതെ 3000 കാറുകളുള്ള കപ്പൽ ഉപേക്ഷിച്ച് ജീവനക്കാർ. 22 ജീവനക്കാർക്ക് അത്ഭുത രക്ഷ. ഒരു ജീവനക്കാരൻ മരിച്ചെന്നും റിപ്പോർട്ടുകൾ. കത്തി നശിച്ചതിൽ 800 കാറുകൾ ഇലക്ട്രിക് വാഹനങ്ങളാണ്. അലാസ്കയുടെ സമുദ്ര അതിർത്തിയിൽ അലൂഷ്യൻ ദ്വീപുകൾക്ക് സമീപത്തായാണ് തീ പടർന്ന് നശിച്ച കപ്പൽ ജീവനക്കാർ ഉപേക്ഷിച്ചത്. ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിനെ പ്രതിരോധിക്കാൻ സാധിക്കില്ലെന്ന് വ്യക്തമാക്കി ചൈന. പാകിസ്ഥാന് ചൈന നൽകിയ മിസൈൽ പ്രതിരോധ സംവിധാനമായ HQ-9B, HQ-16 എന്നീ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ബ്രഹ്മോസിനെ തടയാൻ സാധിക്കില്ലെന്നാണ് ചൈന പറയുന്നത്. ഇന്ത്യയുമായുള്ള സംഘർഷ പരിഹാരത്തിനായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സഹായം തേടിയതായി റഷ്യൻ വാർത്താ ഏജൻസി ടാസ് റിപ്പോർട്ട് ചെയ്തു. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് മുഖേന ഷഹബാസ് ഷെരീഫിന്റെ കത്ത് പുതിന് കൈമാറിയതായി പാക് പ്രധാനമന്ത്രിയുടെ സ്പെഷ്യൽ അസിസ്റ്റന്റ് സെയ്ദ് താരിഖ് ഫത്തേമി പറഞ്ഞതായും ടാസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. യുക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിന് തിരിച്ചടിയുമായി റഷ്യ. വടക്കൻ യുക്രൈനിലെ പ്രൈലൂക്കി നഗരത്തിൽ വ്യാഴാഴ്ച റഷ്യ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. 103 ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ച് റഷ്യ ആക്രമണം നടത്തിയതായാണ് യുക്രൈന്റെ പ്രതികരണം. ഖാർക്കിവ്, ഡൊണറ്റ്സ്ക് തുടങ്ങിയ 7ഓളം പ്രദേശങ്ങൾ റഷ്യ ലക്ഷ്യമിട്ടെന്നും യുക്രൈൻ പറയുന്നു. ഇലോൺ മസ്കിന്റെ കമ്പനികൾക്ക് സർക്കാർ നൽകുന്ന സബ്സിഡികൾ നിർത്തലാക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇലോൺ മസ്കിന്റെ കമ്പനികൾക്ക് സർക്കാർ സബ്സിഡികൾ, നികുതി ഇളവുകൾ എന്നിവ വഴി ലഭിച്ചത് $38 ബില്യൺ. ഇത് നിർത്തലാക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. മസ്കുമായി ഉണ്ടായിരുന്ന നല്ല ബന്ധം ഇനി തുടരുമോ എന്ന് സംശയമാണെന്നും മസ്കിൽ താൻ നിരാശനാണ്, വൈറ്റ് ഹൌസിൽ നിന്ന് പിരിയാൻ നിർദ്ദേശിച്ചെന്നുമാണ് ട്രംപ് പറയുന്നത്. അമേരിക്കയിലേക്ക് 12 രാജ്യങ്ങളിൽ നിന്നുള്ള പൌരന്മാർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയ തീരുമാനത്തിൽ ഇളവ് പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കായിക താരങ്ങൾക്കും അമേരിക്കയെ സഹായിച്ചവർക്കുമാണ് ഇളവ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രശസ്ത കായിക താരങ്ങളെ പ്രവേശന വിലക്കിൽ നിന്ന് ഒഴിവാക്കുമെന്നാണ് വ്യക്തമാകുന്നത്. ഇതോടെ അടുത്ത വർഷം അമേരിക്കയിൽ നടക്കുന്ന ഫിഫ ലോകകപ്പിൽ ഇറാൻ ടീമിനും വിലക്കിയ 12 രാജ്യങ്ങളിൽ നിന്നുള്ള കളിക്കാർക്കും പങ്കെടുക്കാം. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിച്ചു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.